ഹോർമുസ് കടലിടുക്ക് അടച്ചുകൊണ്ട് ലോകത്തെ ഒന്നാകെ ഇറാൻ പിടിച്ചു കുലുക്കിയതാണ്. ഇപ്പോഴിത് അവർ മറ്റൊരു തുറുപ്പുചീട്ട് കൂടി പ്രയോഗിക്കാനുള്ള പുറപ്പാടിലാണ്. ആഗോള ഊർജ്ജ രംഗത്തെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പ്രാപ്തിയുള്ള ഒരു നീക്കത്തിന് ഇറാൻ കോപ്പുകൂട്ടുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന് മേലുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതിനിടെയാണ് തങ്ങളുടെ ശക്തി ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. ഇതെങ്ങനെയാകും ആഗോളതലത്തെ ബാധിക്കുക? വിശദമായി അറിയാം. സ്വാഗതം ഇണ്ടത്തിലേക്ക്. ഹോർമോസിന് ശേഷം രണ്ടാമതൊരു കടലിടുക്ക് കൂടി അടയ്ക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ. ഇറാന്റെ അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്ക് അടയ്ക്കാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. യമനിലെ സായുധ സംഘമായ ഹൂത്തികൾക്ക് ഇതിനുള്ള നിർദ്ദേശം ഇറാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടയ്ക്കാനുള്ള ഉത്തരവ് നൽകിയിട്ടില്ലെങ്കിലും അതിന് ഒരുങ്ങിയിരിക്കാനുള്ള നിർദ്ദേശം തെഹ്റാനിൽ നിന്ന് ഹൂത്തികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിതരണ മേഖലയ്ക്ക് ബാബൽ മന്ദബ് എന്തുകൊണ്ട് പ്രധാനമാകുന്നു എന്ന് വ്യക്തമാക്കണമെങ്കിൽ വെറുതെ ഭൂപടം ഒന്ന് നോക്കിയാൽ മതിയാകും. മെഡിറ്ററേനിയൻ കടലിനെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതയിലെ ഒരു നിർണായക കണ്ണിയാണ് ബാബൽ മന്ദബ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ചരക്കു ഗതാഗതം നടത്തുന്ന കപ്പലുകൾ, യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണയുമായി പോകുന്ന കപ്പലുകൾ എന്നിവയെല്ലാം ബാബൽ മന്ദബ് വഴിയാണ് സഞ്ചരിക്കുന്നത്. ശരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള പ്രവേശന കവാടമാണ് ഹോൺ ഓഫ് ആഫ്രിക്കയ്ക്കും യമനിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബാബൽ മന്ദബ്. ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ തന്നെ ഇറാൻ സൈന്യം അടച്ചിട്ടിരിക്കുകയാണ്. അതുവഴിയുള്ള കപ്പൽ ഗതാഗതം ഏറെക്കുറെ താറുമാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാബൽ മന്ദബ് കൂടി ഭീഷണിയിലായാൽ അത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ രണ്ട് പ്രധാന വ്യാപാര പാതയെ ഒരേ സമയം തടസ്സപ്പെടുത്തും. ഹോർമുസിൽ ഇറാൻ ഭീഷണി ഉയർത്തിയതിന് പിന്നാലെ സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും പൈപ്പ് ലൈൻ വഴി ചെങ്കടലിലെ യാൻബു തുറമുഖത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു ചെയ്തിരുന്നത്. വാസ്തവത്തിൽ സൗദി എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 70% ഇപ്പോൾ ഈ ബദൽ മാർഗം ഉപയോഗിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഹൂത്തികൾ ചെങ്കടലിലെ കപ്പലുകളെയോ തുറമുഖങ്ങളെയോ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഈ ബാക്കപ്പ് മാർഗവും ഭീഷണിയിലാകും. ഇത് ആഗോള ഊർജ്ജ വിപണിയെ അഭൂതപൂർവമായ പ്രതിസന്ധിയിലേക്കായിരിക്കും തള്ളിവിടുക. റോയിട്ടേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് ഹൂത്തി പോരാളികൾ ബാബൽ മന്ദബ് കടലിടുക്കിന് സമീപം മിസൈലുകളും ഡ്രോണുകളും ഇതിനോടകം വിന്യസിച്ചു കഴിഞ്ഞു. ഇറാനിൽ നിന്നുള്ള പച്ചക്കൊടിക്ക് വേണ്ടി മാത്രമാണ് അവർ കാത്തിരിക്കുന്നത്. ഒരു വിശാലമായ ഇറാനിയൻ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്നാണ് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നത്. സന്ദേശം ലളിതമാണ്. അമേരിക്ക ഇറാനെ സൈനികമായി ഉപദ്രവിച്ചാൽ ഇറാൻ തിരിച്ചടി നൽകുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്ന തരത്തിലായിരിക്കും. ചെയ്തികൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആണെങ്കിൽ ഫലം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഈ റിപ്പോർട്ടുകളോട് ഇറാനോ ഹൂത്തികളോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു നീക്കം ഇറാൻ നടത്തിയാൽ അത് നിലവിലെ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്കാകും എത്തിക്കുക. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ യുദ്ധത്തിലേക്ക് വലിച്ചിടപ്പെടാനും സാധ്യതയുണ്ട്. ബാബൽ മന്ദബ് എന്ന തുറുപ്പുചീട്ട് ഇറാൻ പ്രയോഗിക്കുമോ അതോ അത് വെറും ഒരു ഭീഷണിയായി തുടരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അത് പ്രയോഗിക്കുകയാണെങ്കിൽ അതിന്റെ വില നൽകേണ്ടി വരിക അമേരിക്ക മാത്രമല്ല ലോകം മുഴുവനായിട്ടാകുമെന്നതാണ് യാഥാർത്ഥ്യം.